ഈ വർഷത്തെ +1 ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ ഫില്ല് ചെയ്യാം, ലാപ്ടോപ്പ് ഉള്ളവർക്ക് അതിലും ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് എങ്ങനെ പെട്ടെന്ന് നേടിയെടുക്കാം, അതിൻ്റെ ട്രിക്സുമാണ് ഈ വീഡിയോയിലൂടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത്. എല്ലാ വർഷവും വിദ്യാഭ്യാസ വകുപ്പ് HSCAP, ഗൂഗിളിൽ നമ്മൾ HSCAP എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് മുഖാന്തരമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പാറ്റേൺ ആണ് എല്ലാ വർഷവും വിദ്യാഭ്യാസ വകുപ്പ് ഫോളോ ചെയ്യാറുള്ളത്. ഈ വർഷവും അതേ ആപ്ലിക്കേഷൻ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഒരു വെബ്സൈറ്റിൽ കയറി നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ നമ്മുടെ SSLC രജിസ്റ്റർ നമ്പറും അടിച്ചുകൊണ്ട് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിന്റെ കൃത്യമായ ഒരു ലൈവ് ഡെമോ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഏതൊക്കെ സ്കൂളുകളാണോ, ഏതൊക്കെ കോഴ്സാണോ നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് എന്ന് നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. ഞാൻ എൻ്റെ ഓൺലൈൻ സെന്ററിൽ രജിസ്റ്റർ ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ഒരു ലിസ്റ്റാണിത്. ഇത് ഒരു 500ഓളം സ്കൂളുകൾ നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യമുള്ള 50 ഓപ്ഷൻസ് ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് കൊടുക്കാൻ സാധിക്കും. സ്കൂൾ ഡീറ്റെയിൽസ് അതുപോലെ കോഴ്സ് ഡീറ്റെയിൽസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം. ഇങ്ങനെ നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളുകളും കോഴ്സുകളും തയ്യാറാക്കി വെച്ചതിന് ശേഷം ഔദ്യോഗിക വെബ്സൈറ്റിൽ നമ്മൾ കയറുക. ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇതിലൂടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ജില്ല ഏതാണെന്നോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നീട് SSLC സ്കീമാണ് ചോദിക്കുന്നത്. 2023 പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ ആ സ്കീം തന്നെ സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്, അത് കൃത്യമായി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്സായ വർഷം ഡിഫാൾട്ടായി അവിടെ വരുന്നതാണ്. പിന്നീട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വേണ്ടത്. അത് കൃത്യമായി തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. കൺഫേം മൊബൈൽ നമ്പർ ഒരു പ്രാവശ്യം കൂടി കൊടുക്കുക. മേഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ, നിങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഓൺലൈൻ സെന്ററിലാണോ അതോ നിങ്ങൾ സ്വന്തമാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ സ്വന്തമായാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ സെൽഫ് എന്നത് സെലക്ട് ചെയ്യുക. പിന്നീട് ഈ ഒരു ക്യാപ്ച കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. വിദ്യാർത്ഥികൾ ഇത് കെയർഫുള്ളായി ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ഇത് വീണ്ടും പരിശോധിച്ചതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോവുക. ഇത് നമ്മുടെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാനുള്ള പേജാണ്. സെൻഡ് OTP എന്നത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. നമ്മുടെ മുമ്പ് ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് അവിടെ മൊബൈൽ നമ്പറിൽ വന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് OTP എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതോടെ നമ്മുടെ മൊബൈൽ നമ്പർ കൺഫേം ആയി, മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയി. പിന്നീട് ഇനിയുള്ള അലോട്ട്മെന്റ് ഘട്ടങ്ങളിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ കയറാൻ വേണ്ടി നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും അടിച്ചാണ് ഇനിയുള്ള അലോട്ട്മെന്റ് ഒക്കെ നമ്മൾ നോക്കേണ്ടത്. അതിനുവേണ്ടി ഒരു നല്ല സ്ട്രോങ് പാസ്വേഡ് നമ്മുടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്മോൾ ലെറ്റർ വേണം, ഒരു സംഖ്യ വേണം, അതുപോലെ ഒരു ആൽഫബറ്റ് വേണം. ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേര് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ മുഹമ്മദ് അനസ് എന്നാണെങ്കിൽ അനസ് എന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററായി കൊടുക്കുക. ബാക്കി അനസ് എന്നത് ബാക്കി ലെറ്റർ സ്മോൾ ലെറ്ററിൽ കൊടുക്കുക. അനസ് @2002 എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. മുഹമ്മദ് അനസ് എന്നുള്ള ഒരു പേരുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഇങ്ങനെ കൊടുക്കാം. അതുപോലെ നിങ്ങളും നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇയർ കൊടുക്കുന്ന വിധത്തിൽ ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ പാസ്വേഡ് പിന്നീട് നമ്മൾ മറന്നു പോവില്ല. നിങ്ങളുടെ പേര് ഇയർ എന്ന രീതിയിൽ നിങ്ങൾ കൊടുത്ത് ഇത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കിട്ടും. അത് നോട്ട് ചെയ്ത് വെക്കുക. അതും പാസ്വേഡും ഉപയോഗിച്ചാണ് ഇനി അലോട്ട്മെന്റുകളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും നിങ്ങളുടെ ജില്ലയും ഇവിടെ സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ലോഗിൻ ആയിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഇനിയാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ
സ്കൂൾ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടത്. നമ്മുടെ SSLC മാർക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനിയാണ്. ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ SSLC പഠിച്ച സ്കൂള് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെതായ നിങ്ങൾ SSLC ക്വാളിഫൈഡ് ആയ വർഷം ഇവിടെ കാണിക്കും. ഇവിടെ 2023, 24 എന്നാണ് കാണിക്കുക. അത് ഓക്കെ ആണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ നെയിം, കാസ്റ്റ്, കാറ്റഗറി അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫാദർ നെയിം, മദർ നെയിം, ആധാർ കാർഡ് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു കോളം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, താലൂക്ക് കാര്യങ്ങൾ, ലൊക്കാലിറ്റി കാര്യങ്ങളൊക്കെ, പഞ്ചായത്തൊക്കെ സെലക്ട് ചെയ്ത് അതൊന്ന് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് നമ്മുടെ അഡ്രസ്സ് ആണ് ചോദിക്കുന്നത്. കൃത്യമായ നമ്മുടെ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ചോദിക്കുന്നുണ്ട്, അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മുകളിൽ കൊടുത്ത അതേ അഡ്രസ്സ് തന്നെയാണെങ്കിൽ സെയിം ടു കൊടുത്താൽ മതി. അതല്ല അഡ്രസ്സിൽ വല്ല മാറ്റവും ഉണ്ടെങ്കിൽ അധിക വിദ്യാർത്ഥികളുടെയും അതേ അഡ്രസ്സ് ആയിരിക്കും. അതുകൊണ്ട് അത് തന്നെ കൃത്യമായി കൊടുക്കുക. പിന്നീട് സ്കൗട്ട്, NCC കാര്യങ്ങളൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ മാത്രം ഇത് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റേറ്റ് ലെവൽ അതുപോലെ ഡിസ്ട്രിക്ട് ലെവലൊക്കെ പോയ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രം ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത വിദ്യാർത്ഥികൾ ഇത് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. പിന്നീട് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണിത്. ക്ലബ് സർട്ടിഫിക്കറ്റ് വല്ലതും ഉണ്ടെങ്കിൽ, ക്ലബ് സർട്ടിഫിക്കറ്റ്, ക്ലബിന് ചേർന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ക്ലബ് സർട്ടിഫിക്കറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ക്ലബിനാണോ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഇവിടെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇതെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഇത് സബ്മിറ്റ് ചെയ്യുക. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം സബ്മിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ജാമായി കിടക്കുന്ന ഒരു സമയം ഇത് സബ്മിറ്റ് ചെയ്യരുത്. ഈ മാസം 9 വരെ സമയമുണ്ട്. കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. പിന്നീട് SSLC ഗ്രേഡ് ഇവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡിഫോൾട്ടായി വന്നിട്ടുണ്ടാവും. അത് ഓക്കെ ആണെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുക. പിന്നീട് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനുള്ള സ്ഥലമാണ്. ഏതൊക്കെ സ്കൂളാണ്, ഏതൊക്കെ കോഴ്സാണോ നമ്മൾ കൊടുക്കുന്നത് എന്ന് ഇവിടെ കൃത്യമായി കൊടുക്കുക. ആഡ് ഓപ്ഷൻസ് അവിടെ ഡിഫോൾട്ടായി വന്നിട്ടുണ്ടാവും. പിന്നീട് ഏത് സ്കൂളാണോ കൊടുക്കുന്നത് ആ സ്കൂളിൻ്റെ കോഡ് മുമ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സ്കൂളിൻ്റെ കോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ആ സ്കൂളിലുള്ള എല്ലാ കോഴ്സുകളും അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അത് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ 50 ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സ്കൂളാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻസ് ഒക്കെ ആ സ്കൂളിലുള്ള സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കൂ. അതല്ല കോഴ്സാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ സയൻസ് വരുന്ന ഒരു 10ഓളം സ്കൂളുകൾ ആദ്യമായി വരുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ ആഡ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ലൈവ് ഡെമോ അടുത്ത മണിക്കൂറുകളിലായി ചാനൽ അപ്ലോഡ് ചെയ്യും.
ഇങ്ങനെ കൃത്യമായി നമുക്ക് ആവശ്യമുള്ള സ്കൂളുകൾ, കോഴ്സുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അത് സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റെഡ് കോഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യണം. അതില്ലാത്തവരാണെങ്കിൽ സബ്മിറ്റ് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഫൈനൽ കൺഫേം ചെയ്യുക. നമുക്ക് ഫൈനൽ കൺഫേം ചെയ്യാൻ ജൂൺ 9 വരെ സമയമുണ്ട്. അതിൻ്റെ ഉള്ളിലായി നമ്മൾ ഫൈനൽ കൺഫേം ചെയ്താൽ മതി. മുൻ വർഷങ്ങളിൽ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രിക്സ്, കൂടുതൽ വേക്കൻസീസ് ഉള്ള സ്കൂളുകൾ നോക്കി ആദ്യ ഓപ്ഷൻസ് ആക്കി കൊടുത്ത് അങ്ങനെ അലോട്ട്മെന്റ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അപ്ഡേറ്റ്സ്ഡ് വീഡിയോ അടുത്ത മണിക്കൂറുകളിലായി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.